ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 128. ഓം വേദവിദേ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 128. വേദവിത്ത്. വേദം അറിഞ്ഞവനാരോ അവൻ വേദവിത്ത്. ഭഗവാൻ വേദമറിയുന്ന ദേവൻ എന്ന അർത്ഥത്തിലാണ് വേദവിത്ത് എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. വേദമൂർത്തിയും വേദജ്ഞാനിയും ഭഗവാൻ തന്നെയാണ്. ജ്ഞാനം അനന്തമാണ്. അനന്തമായ ജ്ഞാനത്തെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ പല രൂപത്തിലും അവതരിച്ച് ഭഗവാൻ ഉപദേശിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് വച്ച് അർജുനന് ഭഗവാൻ നൽകിയ ഗീതോപദേശം സർവവേദസാരമാണ്. ഭക്തനായ ഉദ്ധവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സാന്നിധ്യം എപ്പോഴും കലികാലത്ത് ലഭ്യമാകുവാൻ ശ്രീ മഹാഭാഗവത പുരാണത്തിൽ തൻ്റെ ചൈതന്യത്തെ സന്നിവേശിപ്പിച്ചു. അങ്ങനെയാണ് ശ്രീ മഹാഭാഗവത പുരാണം ഭഗവത് വിഗ്രഹമായതും അതിൻ്റെ പാരായണം കലികാലത്ത് മോക്ഷദായിനി ആയതും. ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറയുന്നു: വേദൈശ്ച സർവൈർ അഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദേവ ചാഹം. അതായത് എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ഭഗവാൻ തന്നെയാണ്. വേദാന്തകർത്താവും വേദജ്ഞാനവും ഭഗവാൻ തന്നെയാണ്. ഏതൊരു അറിവ് ലഭിച്ചാലാണോ എല്ലാ അറിവും ലഭിക്കുന്നത്, ആ അറിവ് വാസ്തവത്തിൽ പരമാത്മാവായ മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ വേദവിത്ത് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.